കുഞ്ഞേഷ് മാഷെ, ഈ രാഷ്ട്രീയവും സിനിമയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിടാറുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഒന്നുമില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നല്ലോ, പിന്നീടല്ല ഞാൻ സിനിമക്കാരനാണ്. സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ സിനിമയിൽ വരുന്ന സമയത്ത് മാഷിനെ നമ്മൾ കാണുമ്പോഴേ വളരെ നാച്ചുറൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. മാഷ് ശരിക്കും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വർത്തമാനം പറയുക, ആൾക്കാരുമായിട്ട് ഇടപെടുക? എന്തെല്ലാം കണ്ണമാഷിൽ നിൽക്കുന്ന പണ്ടേ ഇങ്ങനെ ആണ്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ നാച്ചുറൽ ആയിട്ടുള്ള മാനറിസംസ് ആണോ സിനിമയിൽ പൊതുവാൾ ഉപയോഗിച്ചത്? അതെ അല്ലേ? അതെ അതെ. അതെ, അതുകൊണ്ടാണ് എനിക്ക് ഈ റോള് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നത്. ആ സ്വതവേ ഉള്ള ഒരു ശൈലി. യഥാർത്ഥത്തിൽ ഈ റോളിന് വേണ്ടിയിട്ടല്ല എന്നെ ആദ്യം കാസ്റ്റ് ചെയ്തത്, പക്ഷെ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോൾ ഏത് റോളായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്ത്? അത് അവർ രഹസ്യമായിട്ട് വെച്ച് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ വക്കീലായിരിക്കും, ഷുക്കൂർ വക്കീലായിരിക്കും. ആയിരിക്കൂല, ആ MLA എന്തോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആണല്ലേ? ആ MLA യുടെ ഒരു പട്ടുണ്ട് അല്ലേ? ഒരു MLA യുടെ ഒരു പട്ടില്ലേ? ഭാവി MLA നമ്മൾ കുഞ്ഞകൃഷ്ണ മാഷി കാണുന്നുണ്ട്. അപ്പൊ മാഷ് അങ്ങനെ പറയാത്ത കാര്യം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും കൂടെ ഉള്ളതുകൊണ്ട് മാഷ് ഇപ്പോൾ ഒരു വാഗ്ദാനം നൽകിയ അടുത്ത അവിടെ സ്ഥാനാർത്ഥിയാക്കണമല്ലോ, അതുകൊണ്ടാണ്. മാഷിനൊരു കുഞ്ഞാഗ്രഹം ഇല്ലേ എന്തെന്ന്? ഒരു MLA? ഇപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ലേ, അതുപോലെ അത് മതി. ശരി. അപ്പൊ അല്ല, ഇനി അങ്ങോട്ട് എന്തായാലും പഞ്ചായത്ത് മെമ്പറിൽ നിന്നുള്ള അടുത്ത വളർച്ച ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നു. അതിനുശേഷം ആ വളർച്ച വേണ്ട, നമുക്കിപ്പോ ഇല്ല, ഈ സിനിമ മതി. ഓക്കെയാണ്, ഇതിൽ കംഫർട്ടബിൾ ആണ്, സന്തോഷമാണ്. തീർച്ചയായും. മാഷിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴാണോ, സിനിമാ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോഴാണോ? രണ്ടും താല്പര്യമാണ്, ഈക്വലിയാണ്. രണ്ട് താല്പര്യം. എന്താ പറഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ടാണല്ലോ ആദ്യം ഉണ്ടായത്, പിന്നീട് അതിനുശേഷമല്ലേ ഞാൻ സിനിമയാവുന്നു. പക്ഷേ സിനിമക്കാരായിട്ട് സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, സന്തോഷം. ബാലകൃഷ്ണ മാഷ് പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒട്ടേറെ സംഭവ വികാസങ്ങൾ വന്നു. വോട്ടർമാരെടുത്ത് പോകുമ്പോൾ ഒരു ആവേശം കാണുന്നു, ഈ ചൂടിനെ മറികടക്കുന്ന ഒരു ആവേശം മാഷ് കാണുന്നുണ്ടോ? പ്രചരണത്തിലൊക്കെ മാഷിനെ ഞാൻ കണ്ടു. പ്രചരണത്തിൽ ഞാൻ മാഷ കൂടെ ഉണ്ട്. അല്ല, വോട്ടർമാർക്കിടയിൽ അങ്ങോട്ട് ആവേശമുണ്ടോ? വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നൊരു ആവേശം, വോട്ട് ചെയ്യാൻ വരുന്നൊരു ആവേശമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് നമ്മളെ ഈ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ദേശീയ രാഷ്ട്രീയം. ആ ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രതിരോധം അത്യാവശ്യമാണ്. ഓക്കെ, ഭാഷയെ പൗരത്വ